നമസ്കാരം, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. റഷ്യയും ഇന്ത്യയിൽ സുഖോയ് 57 ഫിഫ്ത്ത് ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയാണ്. റഷ്യയുടെ സാങ്കേതിക സംഘത്തിന്റെ വിലയിരുത്തലനുസരിച്ച് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL ഇതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഏകദേശം 50% ഇതിനകം കൈവരിച്ചിട്ടുണ്ട്. ഇത് പ്രാദേശിക ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതിനായി സാങ്കേതിക വിദ്യ കൈമാറാൻ റഷ്യ തയ്യാറായിരിക്കുന്ന വിപുലമായ പ്രതിരോധ സഹകരണത്തിന്റെ ഭാഗമാണ്. കരാർ നടപ്പിലാക്കുന്നുവെങ്കിൽ HALന്റെ സുഖോയ് 30 MKI നിർമ്മാണ പരിചയം പ്രയോജനപ്പെടുത്തി മഹാരാഷ്ട്രയിലെ നാസിക് ഉൽപാദന കേന്ദ്രമാക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യക്ക് ഇപ്പോൾ ഏകദേശം 272 സുഖോയ് 30 MKI വിമാനങ്ങളുണ്ട്. അതിൽ 49 എണ്ണം ഫുള്ളി മാനുഫാക്ചർഡ് കണ്ടീഷനിൽ ഇമ്പോർട്ട് ചെയ്തതാണ്. ബാക്കി വരുന്ന 222 എണ്ണം നാസിക്കിലെ അസംബ്ലി ലൈനിൽ വെച്ച് HAL സുഖോയുടെ ലൈസൻസ് പ്രകാരം അസംബിൾ ചെയ്തതാണ്. റഷ്യൻ സാങ്കേതിക സംഘം HALന് സുഖോയ് 57E നിർമ്മിക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഏകദേശം 50% ഇതിനകം ഉള്ളതായി കണ്ടെത്തി. സെപ്റ്റംബറിൽ നടത്തിയ ഈ വിലയിരുത്തൽ പ്രകാരം സുഖോയ് 30 MKI നിർമ്മാണത്തിലൂടെ HAL സമ്പാദിച്ചിട്ടുള്ള പരിചയത്തെ അടിസ്ഥാനമാക്കി HALന് 57E ജെറ്റുകൾ നിർമ്മിക്കാൻ ശേഷിയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. സുഖോയ് 57ന്റെ പ്രാദേശിക ഉൽപാദനം എന്ന പദ്ധതിയെ പിന്തുണയ്ക്കാൻ റഷ്യ സന്നദ്ധമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ടെക്നോളജി ട്രാൻസ്ഫർ, സാങ്കേതിക വിദ്യ കൈമാറലും ഉൾപ്പെടും. കരാർ അന്തിമമായി അംഗീകരിക്കപ്പെട്ടാൽ നിലവിൽ സുഖോയ് 30 MKI നിർമ്മാണം നടത്തുന്ന നാസിക് ഉൾപ്പെടെയുള്ള HALന്റെ ഉൽപാദന കേന്ദ്രങ്ങൾ സുഖോയ് 57 നിർമ്മാണത്തിനായി പരിഗണിക്കും. ഈ സഹകരണം രണ്ട് രാജ്യങ്ങളുടെയും വിപുലമായ പ്രതിരോധ ചർച്ചകളുടെ ഭാഗമാണ്. അതോടൊപ്പം ഇന്ത്യ സ്വന്തം അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആംക ഇന്ത്യയുടെ തദ്ദേശികമായിട്ടുള്ള 5th ജനറേഷൻ ഫൈറ്റർ പ്ലെയിൻ ആണ്. ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. ആംക യഥാർത്ഥത്തിൽ അമേരിക്കയുടെ F-22 റാപ്റ്ററുമായി കിടപിടിക്കുന്ന ഒരു യുദ്ധവിമാനമാണ്. 2035ഓടെ സുഖോയ് 57, ഫ്രഞ്ച് റഫേൽ, തേജസ് MK2, അതേപോലെ ആംക ഇങ്ങനെ 4 വേൾഡ് ക്ലാസ് ഫൈറ്റർ പ്ലെയിനുകളുടെ പ്രൊഡക്ഷൻ നടത്തുന്ന 4 പ്രൊഡക്ഷൻ ലൈനുകൾ പാരലായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരിക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസംബർ 5 ഇന്ത്യയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തുമെന്ന് ക്രെംലിൻ ഉറവിടങ്ങൾ സ്ഥിരീകരിച്ചു. 2021 ഫെബ്രുവരിയിലെ റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിന് ശേഷമുള്ള പുടിന്റെ ഇന്ത്യയിലെ ആദ്യ സന്ദർശനമായിരിക്കും ഇത്. അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോൾ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെ കുറിച്ച് ഇന്ത്യയും റഷ്യയും ചർച്ചകൾ നടത്തുകയാണ്. സുഖോയ് 57 അതിനോടൊപ്പം S-500 ആന്റി ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം അതിന്റെ കോ പ്രൊഡക്ഷൻ, അതുകൂടാതെ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന അക്കൂള ക്ലാസ് ന്യൂക്ലിയർ പവേർഡ് അറ്റാക്ക് സബ്മറൈൻ, നമ്മുടെ INS ചക്ര-3 അതിന്റെ കൈമാറ്റത്തെക്കുറിച്ചും ഈ പുടിന്റെ സന്ദർശന വേളയിൽ ചർച്ചകൾ നടത്തും. റഷ്യ ഇന്ത്യയോട് ആർട്ടിക് ഭാഗത്തുള്ള നോർത്തേൺ സീ റൂട്ട് പ്രയോജനപ്പെടുത്തി അവിടെയുള്ള റെയർ എർത്ത് മെറ്റൽസ്, ക്രിട്ടിക്കൽ മിനറൽസ് എന്നിവ ഖനനം ചെയ്യുന്നതിനും അവിടെയുള്ള കോൾ, ഗ്യാസ് എന്നിവയുടെ സാധ്യതകളെക്കുറിച്ച് ഖനനം നടത്തുന്നതിനു വേണ്ടിയിട്ടും ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നു.